എറണാകുളം കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ 3 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് പോലീസ്. 3 പേരുടെ കൈവശവും കഞ്ചാവ് ഉണ്ടായിരുന്നു. ഒരാളുടെ കൈവശം ഏകദേശം 2 കിലോ കഞ്ചാവും, മറ്റു 2 പേരുടെ കയ്യിൽ 10 ഗ്രാമിനകത്ത്. പോലീസ് റെയ്ഡിനെ തുടർന്ന് ഇവരെ 3 പേരെയും അറസ്റ്റ് ചെയ്തു. 2 പേരെ രാത്രി തന്നെ കളമശ്ശേരി പോലീസ് ജാമ്യത്തിൽ വിട്ടു. 2 കിലോ കൈവശിരുന്നയാളെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അവിടെ KSU SFI വിദ്യാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നൊക്കെ കണ്ടു. അതൊന്നും ഇവിടെ പ്രസക്തമല്ല. അത് അവരുടെ രാഷ്ട്രീയപരമായ രീതിയിലുള്ള അവരുടെ സംസാരവും പ്രകടനവും, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റാരോപിക്കുന്നു, അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അത് പൊതുജനങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയണം. ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയാണ് കുട്ടികളാണ് ഇത് കാണിച്ചതെന്നുള്ള കാര്യം ഇഗ്നോർ ചെയ്യണം. അതിനകത്ത് പ്രസക്തിയില്ല. കേരളത്തെ നശിപ്പിച്ച കുട്ടികളുടെ ഭാഗം തന്നെയാണ് അവർ. ഇവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവൻ കഞ്ചാവിനും ഡ്രഗ്സിനും അടിമയാക്കിയ കുറേ വർഷത്തെ പ്രവർത്തനം കൊണ്ടാണ്, ഈ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനം കൊണ്ടാണ് കേരളം നശിച്ചത്. അതുകൊണ്ട് ഇവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ വാക്പോരുകളെ പൊതുജനം അത് തിരസ്കരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയല്ല കാര്യങ്ങൾ നേരിടേണ്ടത്. ആ കോളേജിലെ പ്രിൻസിപ്പൽ കൊടുത്ത ഒരു ലെറ്റർ കഴിഞ്ഞ ബുധനാഴ്ച, കാരണം അദ്ദേഹത്തിന് സംഗതി പണി പാളും എന്ന് തോന്നിക്കാണും. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ചാനലുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് അദ്ദേഹത്തിനടുത്ത് ഒരു വെറുപ്പ് തോന്നിക്കൊണ്ടിരുന്നു. കാരണം ഉരുണ്ട് കളിക്കുന്ന പോലെ തോന്നി. എന്തായാലും ആ വ്യക്തി തന്നെ കഴിഞ്ഞ ബുധനാഴ്ച ഹോളി ആഘോഷത്തിന് ഇടയ്ക്ക് ഇവിടെ വ്യാപകമായ ഡ്രഗ്സ് വ്യാപാരവും കഞ്ചാവ് വിൽപ്പനയും നടക്കുന്നുണ്ടെന്ന് റിലയബിൾ ആയിട്ട് മനസ്സിലായി. ആ വിവരങ്ങൾ അദ്ദേഹം എറണാകുളം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്ക് പരാതിയായിട്ട് എഴുതി കൊടുത്തു. നല്ല കാര്യം. ഒരു പ്രിൻസിപ്പൽ അങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്ന നല്ലൊരു പ്രിൻസിപ്പാളിന് പിന്തുണ ഉണ്ടാകണം. മുഖം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, വിദ്യാർത്ഥികളുടെ ചേരിതിരിവ് നോക്കാതെ അപകടം മണത്തു ആ പ്രിൻസിപ്പളിനു. അദ്ദേഹം ഐജു തോമസ് എന്ന വ്യക്തി ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതുപോലെ ഒരു ആഘോഷത്തിനിടയിലാണല്ലോ പൂക്കോട് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയത്. 2-3 ദിവസമായിട്ട് അവിടുത്തെ സാറുമാരും അവിടുത്തെ സാമൂഹിക പ്രവർത്തകരും ആ കോളേജ് കൺട്രോൾ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ചില ആളുകളും ചേർന്ന് അവിടെ നടത്തിയ ആ കാട്ടിക്കൂട്ടിയ ആ വിക്രിയങ്ങൾ, ഒരു പയ്യനെ, ഒരു സ്റ്റുഡന്റിനെ, ഒരു മകനെ ഏകദേശം 3 ദിവസമായിട്ട് പീഡിപ്പിച്ച് കൊന്നതാണ്. അതിനകത്ത് പോലീസിന് ചില റോളുകളുണ്ട്. പോലീസ് കൃത്യമായി അതിലെ ആ ഇൻവെസ്റ്റിഗേഷനിലേക്ക് വന്നുമില്ല, അന്നുമില്ല, ഇന്നുമില്ല. ഏതായാലും 14 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. അവരെ പഠിക്കാനുള്ള സൗകര്യം കൊടുക്കുകയാണ്. അത് പാടില്ല. മർഡറാണ് അവിടെ നടന്നത് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തൂങ്ങിച്ചത്തു എന്നാണ് പൊതുവെ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഒരു മർഡറാണ് നടന്നത്. ആ 14 വിദ്യാർത്ഥികളെയും ഒരു കാരണവശാലും ആ കോളേജിൽ പഠിപ്പിക്കാനും പാടില്ല, പരീക്ഷ എഴുതാനും പാടില്ല. സമൂഹത്തിൽ നിന്ന് അവരെ തുടച്ചു നീക്കിക്കളയുന്നതാണ് നല്ലത്. ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തില് പൂക്കോട് ആവർത്തിച്ചേനെ. ഏതായാലും പ്രിൻസിപ്പള് അതിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടു എന്നേ പറയാനൊക്കുള്ളൂ. കാരണം കഞ്ചാവ് മൊത്തമായി അവിടെ കൊണ്ടുവന്നിട്ട് അത് ചെറിയ പാക്കറ്റായി കുട്ടികൾ വിൽക്കുകയാണ്. കഞ്ചാവ് വിൽപ്പന കേന്ദ്രമായി ആ ഹോസ്റ്റൽ അതപ്പതിച്ചു. അത് അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ സാറന്മാരും ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. തങ്ങളുടെ തല പോകുമെന്ന് തോന്നിയപ്പോൾ മാത്രമാണ് ഒരു ലെറ്റർ എഴുതി കൊടുത്തത്. വർഷങ്ങളായിട്ട് അവിടെ കഞ്ചാവ് വിൽപ്പനയും ഡ്രഗ്സ് വിൽപ്പനയും തന്നെ. ഈ ഹോസ്റ്റലിൽ പൂട്ടണം. ഇനി അത് അവിടെ പ്രവർത്തിക്കാൻ പാടില്ല. മുണ്ടശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തതാണ് ആ ഹോസ്റ്റൽ. അത് അവിടെ ഇനി പ്രവർത്തിക്കുന്നത് നല്ലതല്ല. അപകടം മണക്കുന്നുണ്ട്. ഇതൊരു 5-6 മാസം കഴിയുമ്പം വീണ്ടും പഴയ രീതിയിൽ തന്നെ അവിടെ പ്രവർത്തനം ഉണ്ടാവും. അതിന് യാതൊരു സംശയമില്ല. കാരണം അക്രമം നടത്താനും ഡ്രഗ്സ് വിൽക്കാനും അതുപോലെ കഞ്ചാവ് വിൽക്കാനും വളക്കൂറുള്ള ഒരു ഹോസ്റ്റൽ തന്നെയാണത്. അതുകൊണ്ട് അവിടുന്ന് ആ ഹോസ്റ്റലിന്റെ പ്രവർത്തനം അങ്ങ് നിർത്തിവെക്കുന്നതാണ് നല്ലത്. കുട്ടികൾ എവിടെയോ പോയി പഠിക്കട്ടെ. കാരണം ഇതൊക്കെ കുട്ടികൾ എന്ന പേരിലെ, വിദ്യാർത്ഥികൾ എന്ന പേരിലെ ഒരു ഷെൽട്ടർ സർക്കാരും അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷനും കൊടുക്കുകയാണ് അവിടെ. കോട്ടയത്ത് നമ്മൾ കണ്ടല്ലോ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ എന്താ കാണിച്ചതെന്ന്. എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെ. അത്
ഏതെങ്കിലും വിധത്തിൽ പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് വെളിയിലോട്ട് വരുന്നതേ ഉള്ളൂ. കേരളത്തിലെ മുഴുവൻ ഹോസ്റ്റലുകളിലും നടക്കുന്നത്. കാര്യവട്ടത്ത് നമ്മൾ കണ്ടു, കോട്ടയത്ത് കണ്ടു, കൊല്ലത്ത് കണ്ടു, പൂക്കോട് കണ്ടു. അതുപോലെ തന്നെ കുട്ടികൾ ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടു. താമരശ്ശേരിയിലെ അവിടെ ഒരു കൊലപാതകം ഉണ്ടായി. കേരളം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. അത് പടർന്ന് പന്തലിച്ച് ആ കഞ്ചാവ് ലോബിയും ആ ഡ്രഗ്സ് ലോബിയും പിടിമുറുക്കി. കുട്ടികൾക്ക് എല്ലാവർക്കും കഞ്ചാവ് എത്തുന്ന അതാത് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. വെളിയിൽ പോയി ഒന്നും വാങ്ങിക്കണ്ട, അവിടെ തന്നെ അവൈലബിൾ ആണ്. ചെറിയ ചെറിയ പൊതികൾ അവിടെ ലഭിക്കും. അതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ 3 വിദ്യാർത്ഥികളും 3-ാം വർഷം പോളിടെക്നിക് വിദ്യാർത്ഥികളാണ്. അതിനകത്ത് SFI നേതാവായ അഭിരാജ്, അരിപ്പാടുകാരൻ ആദിത്യൻ, അവർ രണ്ടുപേരും ഈ കേസിനകത്ത് ഉൾപ്പെട്ട SFI പ്രവർത്തകരാണെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പൂർവ്വ വിദ്യാർത്ഥികളായ 2 പേരെ കൂടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരാണ് സപ്ലയേഴ്സ്. അവരുടെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്ത, ഏത് മുറിയിലായിക്കോട്ടെ, ആ ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചെടുത്ത് അത് തൂക്കാനുള്ള വെയിങ് ബാലൻസ് ഉണ്ട്. അവിടെ ഗർഭനിരോധനോ ഉറകൾ ഉണ്ട്, മദ്യക്കുപ്പികളുണ്ട്. ഇത് പൊടിക്കാനുള്ള, ഈ കഞ്ചാവ് പൊടിക്കാനുള്ള ചില യന്ത്രങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രഗ്സ് വലിച്ചു കയറ്റുന്ന ചില ഇഞ്ചക്ഷനുള്ള ചില ഉപകരണങ്ങളും അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വെളിയിൽ നമ്മൾ കാണാത്ത, അല്ലെങ്കിൽ സമൂഹത്തിലെ ഇതുപോലെ ഡ്രഗ്സും കഞ്ചാവും വിൽക്കുന്ന ഗുണ്ടകളുടെ വീട്ടിലോ അവരുടെ സ്റ്റോർ റൂമിൽ കാണാത്ത എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി, സർക്കാരിന്റെ പ്രൊട്ടക്ഷനോടുകൂടി, പോളിടെക്നിക് പ്രിൻസിപ്പലിന്റെ അധ്യാപകരുടെ പ്രൊട്ടക്ഷനോടുകൂടി ഈ ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽപ്പനയും ഡ്രഗ്സ് വിൽപ്പനയും വ്യാപകമായി നടക്കുന്നു എന്നാണ് ഇതിന് മനസ്സിലാകുന്നത്. അതിനകത്ത് ഇനി ആരും ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ല. അപ്പം കേരളത്തിലെ കുട്ടികൾ വയലൻസിലേക്ക് പോകുന്നതും ഡ്രഗ്സിലേക്ക് പോകുന്നതും മറ്റ് പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതും കുട്ടികൾ തമ്മിൽ റോഡിൽ അടിയുണ്ടാക്കുന്നതും പരസ്പരം റോഡിൽ ശണ്ട കൂടുന്നതും അത് കോളേജ് ലെവലിൽ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞു. 8, 9, 10 കുട്ടികൾ ലെവലിൽ എത്തിക്കഴിഞ്ഞു. അത് കേരളത്തിലെ യുവത്വത്തിനെ നശിപ്പിച്ചു കഴിഞ്ഞു. അതിന് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർക്കൊന്നും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കേരളത്തിലെ ഒരു സമൂഹത്തിനെ മുഴുവൻ നശിപ്പിച്ച് കഴിഞ്ഞ 40-45 വർഷമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരുടെ അവരെ രാഷ്ട്രീയം മാത്രം നോക്കി മുന്നോട്ട് പോയി അവർ രാഷ്ട്രീയത്തിന് കൊടി പിടിക്കാൻ ആളെ ഉണ്ടാക്കി കേരളത്തിലെ യുവതലമുറയെ നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്നൊരു മോചനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ വികലമായ മനസ്സുള്ള കുട്ടികളായി മാറി ഈ രാഷ്ട്രീയ പാർട്ടികളെ അവരുടെ ഓരോ അസോസിയേഷന്റെ, അവരുടെ യൂണിയന്റെ പിൻഗാമികളായി പോയ കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്നു. ഏതായാലും തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ, തീർച്ചയായിട്ടും നർക്കോട്ടിക് സെല്ലിന്റെ അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറെയും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. അവർ കൃത്യമായി അവിടെ കയറി അതുങ്ങൾക്ക് പരിക്കേക്കുമെന്ന് അവർക്കറിയാം. കാരണം SFIയിലെ വിദ്യാർത്ഥികളും അതുപോലെ മറ്റു യൂണിയനിലെ വിദ്യാർത്ഥികളും പോലീസിന് എതിരാവും. ഈ രീതിയിലുള്ള പ്രവൃത്തികൾ നടത്തുമ്പോൾ തീർച്ചയായും ആ പോലീസിന് തീർച്ചയായിട്ടും സർവീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ അവർ സേഫായി. കാരണം എല്ലാം കൃത്യതയോടെ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് അവർക്ക് അവരുടെ ഡാൻസ് സ്റ്റാഫിന്റെയും ഇന്റലിജൻസിന്റെയും അവരുടെ പേഴ്സണലായിട്ടുള്ള ആ അന്വേഷണം നടത്തി അത് കണ്ടെത്തി അതിന് CCTV ദൃശ്യം, അല്ലെങ്കിൽ അവര് ആ പിടിക്കപ്പെടുന്നത് മുഴുവൻ അവർ ഷൂട്ട് ചെയ്യുകയും കംപ്ലീറ്റ് എവിഡൻസോട് കൂടി ആണ് പോലീസ് നീങ്ങിയത്. വളരെ നന്നായി. അവരെല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇതുപോലെയുള്ള പ്രവർത്തനം കേരളം മുഴുവൻ വ്യാപിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വിപത്തിൽ നിന്ന് കുറെയെങ്കിലും മോചിപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ 2 പേരെ പൂർവ്വ വിദ്യാർത്ഥികളെ പിടിച്ചത് നന്നായി. ആ സോഴ്സുകൾ മനസ്സിലായി. അവർക്ക് എവിടുന്നാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്, അവർക്ക് ആരാണ് സപ്ലൈ ചെയ്യുന്നത്, എത്ര വർഷമായി അവർ ഇത് സപ്ലൈ ചെയ്യുന്നത്. ഈ 2 വ്യക്തികളെ അറസ്റ്റ് ചെയ്തവരെ പൂർവ്വ വിദ്യാർത്ഥികൾ വേറെ ഏതൊക്കെ കോളേജിലും ഹോസ്റ്റലിലാണ് ഇത് കൊടുക്കുന്നത് അതും കണ്ടെത്തണം. കാരണം ഇവരെ സുഹൃത്തുക്കൾ തന്നെ ആണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ കഞ്ചാവും ഡ്രഗ്സും വിൽപ്പനക്കാരെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ കോളേജ് ഹോസ്റ്റലിലും, എല്ലാ കോളേജിന്റെ പരിസരത്തും, എല്ലാ കോളേജിന്റെ അകത്തും തന്നെ ഈ സംഘടനയെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുടെ മുറിയിൽ തന്നെ ഈ എല്ലാ സാധനങ്ങളും അവിടെ സ്റ്റോർ ചെയ്യുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പൊ അത് കൃത്യമായി ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല പോലീസിന്റെ ഈ കാറ്റോടുകൂടി. ഏതായാലും DGP അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അവർക്ക് ആവശ്യമായ പിന്തുണ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ സമൂഹം ഒത്തൊരുമിച്ച് പോലീസിന് പിന്തുണ കൊടുക്കണം. കാരണം ഇതുപോലുള്ള റെയ്ഡുകൾ നമുക്ക് ഇനി നടത്തണം. ഇവിടുന്ന് എല്ലാവരും പല സ്ഥലങ്ങളിൽ ഇവർ ഓടി ഒളിച്ചിട്ടുണ്ടാവും, സാധനങ്ങൾ മാറ്റിയിട്ടുണ്ടാവും. എങ്കിലും 1-2 മാസത്തിനകം പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഇവർ തിരിച്ചു വരും. കാരണം ഈ പോളിടെക്നിക് കോളേജിലെ അവിടെ ലഹരി മരുന്നിന്റെ വ്യാപകം കൊണ്ട് അപകടം ഉണ്ടാകുമെന്ന് ആ പ്രിൻസിപ്പളിന് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹം എഴുതി കൊടുക്കാൻ കാരണം. ഇതിനു മുമ്പുണ്ടായ കാര്യങ്ങളൊന്നും അദ്ദേഹം എഴുതി കൊടുത്തിട്ടില്ല. ഇപ്പൊ എഴുതി കൊടുത്തത് നന്നായി. കാരണം പൂക്കോട് പോലെ ഇവിടെ ഒരു മർഡർ ഉണ്ടായെന്ന് ഞാൻ കരുതുന്നത്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം വന്നു, ആവശ്യമുള്ള ഡ്രഗ്സ് വന്നു. അത് ഒന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ അടിപിടി നടക്കും, 1-2 പേര് മരണപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതെന്തായാലും ഈ തൽക്കാലം അവോയ്ഡ് ചെയ്തു എന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ എല്ലാ സ്ഥലങ്ങളിലും വേണം. അത് സ്കൂൾ ലെവലിലെ കൂടുതൽ കുട്ടികളുള്ള സ്കൂൾ ലെവലുകളിലും 8ലും 9ലും ഉള്ള ക്ലാസ്സുകളുള്ള സ്കൂളുകളിൽ, LP ഒഴിവാക്കി, അതുപോലെ UP ഒഴിവാക്കി, ഹൈസ്കൂളുകളിൽ ഉള്ള എല്ലാ കോളേജും എല്ലാ സ്കൂളുകളിലും, മാനേജ്മെന്റും പ്രൈവറ്റും അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളുകളിൽ, പ്രത്യേകിച്ച് ഇത് കൂടുതലും ശ്രദ്ധിക്കേണ്ട ഗവൺമെന്റ് സ്കൂളുകളാണ്. അവിടെ യാതൊരു കൺട്രോളും ഇല്ല, അധ്യാപകർക്കും ഇല്ല, അവിടുത്തെ പ്രിൻസിപ്പലിനും ഇല്ല. കാരണം പ്രൈവറ്റ് മാനേജ്മെന്റും മറ്റുള്ള സ്ഥലത്തും ഒക്കെ ആകുമ്പം കുറേയൊക്കെ കൺട്രോൾ ഉണ്ടാവും, കുറേയൊക്കെ അവർക്ക് വിവരം. എങ്കിലും അവിടെയും വിദ്യാർത്ഥി സംഘടനയുടെ ആ ധൈര്യം വെച്ചിട്ട് കുട്ടികളെല്ലാവരും ഈ രീതിയിലുള്ള പ്രവർത്തനം തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനൊരു ശമനം ഉണ്ടാകാൻ ഇതൊരു കാരണമാകട്ടെ. കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പോലീസ് ഇതുപോലെ അലർട്ടായിട്ട് തന്നെ അവരവരുടെ ഏരിയയിലുള്ള സ്കൂളിലും കോളേജിലും അവർ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള റെയ്ഡുകൾ നടത്തണം. അവരെപ്പോഴും അത് വാച്ച് ചെയ്യണം. ഡാൻസാവും, ഇന്റലിജൻസും, അതുപോലെ ലോക്കൽ പോലീസും, അവിടുത്തെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഇത് വാച്ച് ചെയ്തിട്ട് പോലീസിന് അപ്പം വിവരം കൊടുത്തുകൊണ്ടിരിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്.